ആർക്കാ? ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സേഫായിട്ടിരിക്കുന്നു. നമ്മളും അങ്ങനെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ട്രാവലിംഗ് ഒക്കെ ആയിട്ട് ശരിക്കും ടയേർഡായിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ നാട്ടിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് വന്നിട്ടൊരു മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അല്ലേ? അപ്പോൾ രാവിലെ ഇന്ന് തക്കാളിക്കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു തക്കാളിക്കറിയുടെ റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഇട്ട ഒരു വ്ളോഗിൽ ദിനു രാവിലെ തക്കാളിക്കറി ഉണ്ടാക്കിയതായിട്ട് ഞാൻ കാണിച്ചില്ലായിരുന്നോ? ആ ഒരു തക്കാളിക്കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു തക്കാളിക്കറിക്ക് വേണ്ടിയിട്ട് 2 പഴുത്ത തക്കാളി, നല്ല പോലെ പഴുത്ത തക്കാളി, ഒരു ചെറിയ പീസ് നമ്മൾ മീനിനകത്തൊക്കെ ഇടുന്ന പുളി ഉണ്ടല്ലോ അതുപോലെ ഒരു 10 കൊച്ചുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതിൻ്റെ കൂട്ടത്തിലൊരു പച്ചമുളക്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതിനു പറഞ്ഞിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു ദിവസം കൂടെ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ദിനുവിന് എവിടെ നിന്നാണ് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞില്ല. എന്തായാലും ഈ തക്കാളിക്കറി അടിപൊളിയാണ്. അപ്പോൾ ഈ തക്കാളിക്കറി വെക്കാനായിട്ട് ഞാൻ നമ്മുടെ ചട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ ചട്ടിക്കകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി, കറിവേപ്പില, അങ്ങനെയുള്ള എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ അതിലേക്ക് വേണ്ട പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1.5 ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതാകുമ്പോൾ അധികം എരിവ് വരത്തില്ല. പിന്നെ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ആക്കി കൊടുക്കാം, കൂടുതൽ എരിവ് വേണം എന്നുള്ളവർക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് വേണം തിരുമാനായിട്ട്. ഞാനത് വിട്ടുപോയായിരുന്നു. അപ്പോൾ നല്ല പോലെ ഇതൊന്ന് കൈകൊണ്ട് തന്നെ തിരുമ്മി കൊടുക്കുകയാണ് കേട്ടോ. നല്ല പോലെ തിരുമ്മിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ തക്കാളി വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളമാണ് ചേർത്തേക്കുന്നത്. പിന്നെ നമ്മളത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് പോകണം. ആ സമയത്താണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്തില്ലല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ ഞാനൊരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതവിടെ കുക്ക് ചെയ്യാനായിട്ട് വെച്ചു. ഈ സമയം കൊണ്ട് നമ്മൾ കുടിക്കാനായിട്ടുള്ള വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് രാവിലെ എണീറ്റ് വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യമാണ്. നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ആകെ റിലേ പോയി കിടക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വെള്ളം വെച്ചില്ലല്ലോ എന്ന് ഓർത്തത്. ഇപ്പം നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതറിയാമല്ലോ, നേരത്തെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും വലിയ തിരക്ക് പിടിച്ച് തേങ്ങ ചിരണ്ടേണ്ടിയൊന്നും വരത്തില്ല. അപ്പോൾ ഇത്രയും തേങ്ങ നമ്മൾ തക്കാളിക്കറിക്കും പുട്ടിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങ നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഓവനിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് അതൊന്ന് ചൂടാക്കും. അപ്പോൾ നമുക്ക് ആ ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് വരും. അങ്ങനെ ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ എപ്പോഴും തേങ്ങ അരയ്ക്കാനായിട്ടൊക്കെ എടുക്കാറ്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ദാഹശമനിയാണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ദാഹശമനി നമ്മളെപ്പോഴും നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരാറാണ് പതിവ്. ഇവിടെ കിട്ടും, പക്ഷെ നാട്ടിലെ ആ ഒരു ടേസ്റ്റിലുള്ള ദാഹശമനി കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങയിൽ നിന്ന് നമ്മൾ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, അത് കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഏകദേശം ഒരു അരമുറി തേങ്ങയുടെ എടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് എടുത്ത് ഈ തേങ്ങാപ്പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അതിനുശേഷം ഇത് നമ്മളൊന്നുകൂടെ ഒരു 5-6 മിനിറ്റ് ഒന്ന് കുക്കാകാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ടേസ്റ്റൊക്കെ നോക്കണം. ഉപ്പോ എരിവൊക്കെ കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തണം. അപ്പോൾ നമ്മുടെ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പുളിയും എരിവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു തക്കാളിക്കറിയാണ്. അപ്പോൾ അത് അവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഉള്ളി കാച്ചി ഇടാൻ വേണ്ടി പോവാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 3 കൊച്ചുള്ളി അരിഞ്ഞതും കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കളറ് നമ്മുടെ തക്കാളിക്കറിക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്.
അത് നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു തക്കാളിക്കറിയിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി കറിക്കകത്തോട്ട് ഈ ഒരു ഉള്ളി കാച്ചിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പം നമ്മളിത് മിക്സ് ചെയ്യുന്നൊന്നുമില്ല, പകരം നമ്മൾ ഇതുപോലെ തന്നെ ഇത് അടച്ചങ്ങ് വെക്കുകയാണ്. എന്നിട്ട് സെർവ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മളിത് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സെർവ് ചെയ്താൽ മതിയാവും. അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത റെസിപ്പി വന്നിട്ട് ക്യാരറ്റ് പുട്ടാട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് പുട്ട് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഒരു വലിയ ക്യാരറ്റ് ആട്ടോ എടുത്തേക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമ്മൾ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കണം. എന്നിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ക്യാരറ്റിൻ്റെയും പുട്ടുപൊടിയുടെ ഒക്കെ അളവ് മാറ്റം വരുത്തണം കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് പുട്ടുണ്ടാക്കുമ്പം ഹെൽത്തിയാണ്, ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ്. അപ്പോൾ ഇതിലേക്ക് പുട്ടുപൊടി കുറച്ചും ക്യാരറ്റ് കൂടുതലും കേട്ടോ നമ്മൾ എടുക്കുന്നത്. നമ്മളിപ്പോൾ 4 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ എനിക്ക് 1 ടേബിൾ സ്പൂണും കൂടെ പുട്ടുപൊടി ഇട്ട് കൊടുക്കാൻ തോന്നിയിട്ട് മൊത്തത്തിൽ 5 ടേബിൾ സ്പൂൺ പുട്ടുപൊടിയും ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇതിലേക്ക് അധികം നമ്മൾ സാധാരണ പുട്ട് നനയ്ക്കുന്ന പോലെ വെള്ളം വേണ്ടി വരില്ല. കാരണം ക്യാരറ്റിൻ്റെ അകത്ത് ആ വെള്ളത്തിൽ തന്നെ ഈ പുട്ട് നന്നായിട്ട് നനഞ്ഞു കിട്ടും. പോരാന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് നനച്ചെടുക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഇങ്ങോട്ട് വാ. ഉറങ്ങിയോ? വാ. അങ്ങനെ പാത്തു എണ്ണീറ്റൊക്കെ വന്നിട്ട് രാവിലെ തന്നെ ദിനുവിനെ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. പാത്തുവിൻ്റെ മാല ഇന്നലെ രാത്രിയിൽ കിടന്ന സമയത്ത് കുരുങ്ങിയിട്ട് നമ്മൾ ആ മാല ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നതേ അവൾ അതാ ഓർത്തത്. അപ്പോൾ എടുത്ത് എൻ്റെ മാല ഇങ്ങ് തരാനും പറഞ്ഞ് ദിനുവിനോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് അത് റെഡിയാക്കിയിട്ട് തരാമെന്ന്. അവൾക്ക് മാല കൊടുക്കാനും പറഞ്ഞ് അവൾ വഴക്കുണ്ടാക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു റെസിപ്പി എവിടുന്നാ എന്നൊന്നും അറിയത്തില്ലെങ്കിലും ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം. ഇനിയിപ്പം നമ്മൾ ക്യാരറ്റ് പുട്ടുണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ പുട്ടുപൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നമ്മുടെ ചിരട്ടപ്പുട്ടിലാട്ടോ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചിരട്ടപ്പുട്ട് കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ക്യാരറ്റ് പുട്ടിനുള്ള പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ കുക്കറിൽ വെള്ളം വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം നോർമലായിട്ട് നമ്മുടെ പുട്ട് വേവാനായിട്ട് ചിരട്ടപ്പുട്ടിൽ 2 മിനിറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. ഇതൊരു 3 മിനിറ്റൊക്കെ നമ്മൾ വെക്കണം. കാരണം ക്യാരറ്റും കൂടെ നന്നായിട്ട് കുക്കായി വരണമല്ലോ. അങ്ങനെ 3 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളത് കാസ്ട്രോളിലേക്ക് മാറ്റിയിട്ട് അടുത്ത പുട്ടും കൂടെ അങ്ങനെ തന്നെ വെക്കുകയാണ്. അപ്പോൾ ഇത് 2 പുട്ടുണ്ടാക്കാനുള്ള അളവാണ് കേട്ടോ. അപ്പോൾ 2 പുട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി ലുക്കുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു ക്യാരറ്റ് പുട്ട് കഴിക്കാനും. ഇതെന്താ ഇത്? ആർക്കാ? അമ്മയ്ക്കാണോ? ആഹാ. അങ്ങനെ പാത്തു ആണെങ്കിൽ രാവിലെ തന്നെ കട്ടൻ ചായ ഒക്കെ ഇട്ട് കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. എന്നും രാവിലെ എണീക്കുമ്പോഴേ ഒരു കട്ടൻ ചായ ഞങ്ങൾക്ക് 2 പേർക്കും ഇട്ട് തരും. അങ്ങനെ ഇട്ട് വന്ന കട്ടൻ ചായയാണേ. ഇനിയിപ്പം ഞാൻ ഇതുവരെ ആയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നല്ല പണിയാകും. അതുകൊണ്ട് ഇതുവരെ എടുത്ത പാത്രങ്ങളും പുട്ടുണ്ടാക്കിയ പാത്രങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ഒന്ന് കഴുകി എടുത്ത് വെക്കുകയാണ്. എന്നുണ്ടാക്കുവാ? കട്ടൻ ചായ പോയോ? ഇത് ആർക്കാ കട്ടൻ ചായ? അപ്പയ്ക്കാ? അതും എടുത്തോണ്ട് എഴുന്നേക്കുമ്പോ അത് വീണ്ടും താഴെ പോകും. ഇപ്പൊ എത്ര വട്ടമായി? ഞാൻ പിടിക്കാവോ? എന്ത് വേടാ? തലേദിവസത്തെ രാവിലത്തെ ഇതുവരെയായ വേസ്റ്റൊക്കെ ഒന്ന് വെളിയിലേക്ക് കെട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ അപ്പാർട്ട്മെൻറ്റുകാർ വന്നിട്ട് ഈ ഒരു വേസ്റ്റ് എടുത്തുകൊണ്ട് പൊക്കോളും. അതിനുശേഷം ദിനു ഷൂ ഒക്കെ ഒന്ന് പോളിഷ് ചെയ്യാനായിട്ട് പോയി. ഈ സമയത്ത് പാത്തുവാണെങ്കിൽ വിശക്കുന്നെന്നും പറഞ്ഞ് വന്നു കേട്ടോ. അവൾക്ക് പുട്ട് വേണ്ട, ദോശ മതി എന്ന് പറഞ്ഞു. അവൾ തന്നെ പറയും കേട്ടോ, അവൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ദോശ മതി, അല്ലെങ്കിൽ ദോശമാവ് ഇരിപ്പുണ്ടെന്നൊക്കെ അവൾക്ക് അറിയാം. അതിനായിട്ട് ഞാൻ അവൾക്ക് ദോശ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇതിനിടയ്ക്കായിട്ട് ഞാൻ കുറച്ച് സാമ്പാറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഉച്ചക്കത്തേക്ക് സാമ്പാർ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ദോശയും സാമ്പാറും ആകുമ്പോൾ അവളും കഴിച്ചോളും. അങ്ങനെ ദോശയൊക്കെ ചുട്ട് പാത്തുവിനുള്ള ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ദോശ കൊടുക്കും കേട്ടോ. ഒരു ദോശ കഴിച്ചിട്ട് ചിലപ്പോഴാണെങ്കിൽ 2ഉം കഴിക്കും, ചിലപ്പോഴാണെങ്കിൽ 1.5, അങ്ങനെയൊക്കെ ഓരോ ദിവസത്തെ വിശപ്പൊക്കെ അനുസരിച്ചിരിക്കും.
എന്തായാലും അവൾ തന്നെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. സാമ്പാറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് പല്ലൊക്കെ പോയി തേച്ചിട്ട് വന്നായിരുന്നു ദിനുവിൻ്റെ കൂടെ. അങ്ങനെ ദോശയും സാമ്പാറും കൂടെ അവൾ തന്നെ ഇരുന്ന് കഴിച്ചോളും. ഞാൻ കൂടെ പോയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവൾക്ക് വയറ് നിറഞ്ഞില്ല എന്ന് തോന്നി, അതായത് ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കൂടെ പോയിരുന്ന് കൊടുക്കാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവൾ തന്നെ കഴിച്ചിട്ട് എണീറ്റ് പൊക്കോളും. അപ്പോൾ എന്തൊക്കെയോ വർത്താനം പറഞ്ഞിരുന്നാണ് ദോശ കഴിക്കുന്നത്. ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ് കേട്ടോ, ഉച്ചക്കത്തേക്കിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ദിനുവിന് കൊടുത്തു വിടുകയും വേണമല്ലോ. അപ്പോൾ രാവിലെ 3 സെക്ഷനായിട്ടാണ്: അരിദോശ, ഗോതമ്പ് ദോശ, പുട്ട്. അപ്പോൾ പുട്ട് രാവിലെ കഴിക്കാനും ഗോതമ്പ് ദോശ കൊടുത്തു വിടാനും. അങ്ങനെ 2 ഗോതമ്പ് ദോശ മതി കേട്ടോ കൊടുത്തു വിടാനായിട്ട്, അതിൻ്റെ കൂടെ സാമ്പാറും. അങ്ങനെ ഞാൻ ഗോതമ്പ് ദോശയും സാമ്പാറും എടുത്തിട്ട് കൊടുത്തു വിടാനായിട്ടെല്ലാം റെഡിയാക്കി അടച്ചു വെക്കുകയാണ് കേട്ടോ പാത്രത്തിൽ. അങ്ങനെ ലഞ്ച് ബോക്സും റെഡിയായി. ആ ഒരു ടൈം കൊണ്ട് ദിനു ഓഫീസിൽ പോകാനായിട്ട് ഒരുങ്ങിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്തുവിനുള്ള ചോറ് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് അവൾക്ക് ചോറാണ് കൊടുക്കുന്നത്. സാമ്പാറും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് പിന്നെ വേറെ കറിയൊന്നും വേണ്ട. തക്കാളി കറിയും കൂട്ടും കേട്ടോ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം പാത്തുവിനുള്ള ചോറ് റെഡിയായി. ദിനു ആണെങ്കിൽ വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനും കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പുട്ടും തക്കാളിക്കറിയും കോമ്പിനേഷൻ ആണോ എന്ന്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്തായാലും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളിങ്ങനെ ഒരു പുട്ടും തക്കാളിക്കറി ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ട്രൈ ചെയ്തപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ദിനു ഓഫീസിലേക്ക് പോയി. ഇനിയിപ്പോൾ പതിവ് ജോലികളൊക്കെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തേത് റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജും ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.